ജാവാസ്ക്രിപ്റ്റ് കമന്റ്സിനെ കുറിച്ചാണ്. കമന്റ്സ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ കോഡ് എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മൾ എന്താ ചെയ്തേ എന്ന് നമുക്ക് റിമെമ്പർ ചെയ്ത് വെക്കാനും അതേപോലെ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കോഡിനെ ഹൈഡ് ചെയ്യാനും ആണ് നമ്മൾ കമന്റ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് ടൈപ്പ് കമന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് സിംഗിൾ ലൈൻ കമന്റ്. സിംഗിൾ ലൈൻ കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ലാഷ് / ആണ് സിംഗിൾ ലൈൻ കമന്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ നോട്ടുകൾ എഴുതാനായിട്ടാണ് നമ്മൾ സിംഗിൾ ലൈൻ കമന്റ് യൂസ് ചെയ്യുന്നത്. അത് ഒറ്റ ലൈനിലായിരിക്കും ആ കമന്റ് ഉണ്ടാവുക. അപ്പൊ ദിസ് എ സിംഗിൾ ലൈൻ കമന്റ്. ഈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ലൈൻ ഒരിക്കലും കമ്പ്യൂട്ടർ മൈൻഡ് ചെയ്യണില്ല, ഇതിനെ ഇഗ്നോർ ചെയ്യും. കോഡ് മാത്രമാണ് കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ റൺ ചെയ്യുമ്പോൾ. നമുക്ക് റിമെമ്പർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കമന്റ് എഴുതണം. ലെറ്റ് ഏജ് ഈക്വൽ ടു 25, സ്റ്റോറിങ് ഏജ്. ഇതൊക്കെ സിംഗിൾ ലൈൻ കമന്റ് ആണ്. മൾട്ടി ലൈൻ കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് വെൻ യു നീഡ് എ ബിഗ് നോട്ട്, വലിയ നോട്ടുകൾ, ഒരു ലൈനിലല്ല, വലിയ നോട്ടുകൾ, ബിഗ് നോട്ടുകൾ എഴുതാനായിട്ടാണ് നമ്മൾ മൾട്ടി ലൈൻ കമന്റ് നമ്മൾ എഴുതുന്നത്. സ്ലാഷ് സ്ലാഷ് എന്ന് പറഞ്ഞ് എഴുതുന്നത്. സ്ലാഷ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ നമ്മൾ കമന്റ് എഴുതുന്നു. This is a big command. It can be written in many lines. The computer ignores this. ഇതെന്ന് പറയുന്നത് ഒരു ബിഗ് കമാൻഡ് ആണ്. അത് കുറെ ലൈൻസിൽ എഴുതാം, കമ്പ്യൂട്ടർ അത് ഇഗ്നോർ ചെയ്യുന്നു. ലെറ്റ് നെയിം ഈക്വൽ ടു വൃന്ദ. ഇത് കോഡാണ്. അപ്പൊ ഇത് ബിഗ് ലൈൻ കമന്റ് ആണ്. കമ്പ്യൂട്ടർ അത് ഈ ലൈൻ എന്ന് പറയുന്നത് കമന്റുകൾ ഒരിക്കലും എപ്പോഴും ഇഗ്നോർ ചെയ്യുവാണ് ചെയ്യുന്നത്. നമുക്ക് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കമന്റ്സ് യൂസ് ചെയ്യുന്നത്. കോഡ് മാത്രമാണ് കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഇതാണ് മൾട്ടി ലൈൻ കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.